സോ ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് 9/11 കാനിബൽ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഗൈസ്. ഈ ഗെയിം ഞാൻ ഫോണിലാണ് ഗൈസ് കളിക്കുന്നത്. PC അടിച്ചു മേടിക്കണോണ്ട് നമ്മൾ ഫോണിലാണ് ഗൈസ് കളിക്കുന്നത്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ ഗെയിമാണ് ഗൈസ്. ആരും എന്തൊക്കെ വന്ന് ചലിക്കുന്നുണ്ട്. സോ ഗൈസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങൾ കളിക്കാൻ തുടങ്ങാം. എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഇഷ്ടമൊന്നും മനസ്സിലായില്ല. സോ ഗൈസ് അതെന്തൊക്കെ കഥകളൊക്കെ ഇനി അപ്പം നമ്മൾ ആ കഥ നല്ല സ്കിപ്പായിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഉള്ളത് ഒരു ഗേജിൻ്റെ അകത്താണ്. സോ ഞാനത് ഓൾറെഡി കളിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഹൊറർ ഗെയിം മൊബൈലിൽ എങ്ങനെ കളിക്കാൻ എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ലല്ലേ. സോ ഗൈസ് അപ്പോൾ ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ലോക്ക് പിക്ക് കിട്ടുക. എനിക്ക് കുറച്ച് ഭാഗം കളിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ കുറച്ച് കളിച്ചിട്ട് അവിടെ നിർത്തിയതാണ്. ഇതെങ്ങനെ നെക്കിട്ട് തുറക്കണം. സോ ലോക്ക് പിക്കൊക്കെ യൂസ് ചെയ്ത് ലോക്ക് തുറന്നിട്ടുണ്ട്. ലോക്ക് തുറന്ന് ഡോറും തുറന്നു. നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണ്. നമുക്ക് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വെക്കണം എന്ന് പറയണേ. ഓക്കെ, നമുക്ക് വെക്കാം. ഇതൊക്കെ എനിക്കറിയാം. നമ്മളിവിടെ ഒരു ചാവി ഉണ്ട്. ഈ ചാവി എടുക്കുമ്പോൾ നേരെ ഇതിലേക്ക് വീഴും ഗൈസ്. സോ നമ്മൾ ഒച്ച ഇല്ലാണ്ട് വേണം ഗൈസ് പോവാൻ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലെന്തൊന്നുമില്ല. അതിലൊന്നുമില്ല. തുറക്ക്. എന്തൊരു എക്സസൈസ് എടുത്തിട്ടുണ്ട്. അടിയിൽ എന്താ ഉള്ളത്? എന്തോ ഒരു പത്രമാണ് ഗൈസ്. അത് വേണ്ട നമുക്ക്. അത്ര മ്യൂസിക് കുറച്ച് സീനാണ് കേട്ടോ. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇത് തുറക്കണം. നമുക്ക് എൻ്റെ ചായ വേണം. സോ എൻ്റെ ചായ എടുക്കാനുള്ള ഗ്ലൗസ് ഇവിടെ ഏതൊരു ടേബിളിൻ്റെ അടിയിലാണ് വെക്കുക. അത് ഏതൊരു ടേബിൾ അതിൻ്റെ അടിയിൽ ഇനി കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇതിൻ്റെ അടിയിലില്ല. ഇവിടെ എല്ലാം ഉണ്ടോ? ഇവിടെ ഇല്ല. നമുക്ക് ആ ഗ്ലൗസ് തപ്പി കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ശരിക്കും നോക്കിയതാ. ലേസ് ഇവിടെ ഒന്നുമില്ല. എൻ്റെ മുകളിലല്ല. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനമാണ്. ഇവിടെ വേറൊന്നുമില്ലല്ലോ. എന്താ കൈ കാണിക്കണ്ടല്ലോ. ആണോ? ശേഷം നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം തന്നെ റീസ്റ്റാർട്ട് ചെയ്താണോ അറിയില്ല. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ഒന്നും പറയാം. ടൂത്ത് പിക്ക് ലോക്ക് പിക്ക് എടുക്ക്. ലോക്ക് പിക്കിന് ടൂത്ത് പിക്ക് എന്നാണ്. എന്തൊക്കെ അയ്യോ, അത് തുറന്നില്ല. ലോക്കർക്ക് ഡോറർക്ക് ചോദിച്ചിട്ട് ഓക്കെ. ഇത് കഴിക്കണ്ട. ഗ്ലൗസ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗ്ലൗസ് ഏതെങ്കിലും ഇതിൻ്റെ അടിയിലുണ്ടാവും. ഇല്ലാണ്ട് അത് നടക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് നമ്മൾ തോന്നുന്നു ഗ്ലൗസ് ഇട്ടിട്ട് നമ്മളത് എടുക്കും വയസ്സ്. അതിലടിക്ക്. ഇതാണ് നമുക്ക് കിട്ടിയ ചാവി. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ഈ രണ്ടാമത്തെ തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ സിസേഴ്സ് ഉണ്ടാവും വയസ്സ്. ഇതൊക്കെ ചില സാധനങ്ങൾ സിസേഴ്സ് അധികം അവിടെ നിന്ന് തന്നെ കിട്ടുക. ഇപ്പം ഞാൻ മൂന്നോട്ടം കളിച്ചില്ലേ, മൂന്നോട്ടേക്ക് അവിടെ നിന്ന് തന്നെ സിസേഴ്സ് കിട്ടിയത്. തുറക്കും, എടുക്കും. ഇത് മറ്റേ വാതിൽ മുറിക്കുന്ന സാധനമാണ് ഗൈസ്. നമ്മളെ ഈ വാതിലിൻ്റെ ലോക്ക് മുറിക്കുന്ന സാധനമാണിത്. തുറക്കും, വേണ്ട ഗൈസ്. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് താഴത്തേക്കിടാം. നമുക്ക് ഡോർ ഇടാം. ഗൈസ് ആ സൗണ്ട് ഓക്കെ. സോൺ വരുന്നുണ്ട് ഗൈസ്. അതപ്പം നമ്മൾ വേഗം അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം ഒന്ന് ഒളിച്ചിരിക്കണം. നമ്മൾ കേജിൻ്റെ ഉള്ളിൽ കയറണം. ഈ ലോക്ക് ഇട്ടിക്കണം ഗൈസ്. ഇതൊക്കെ പൂട്ടിയില്ലടേ. വേറെ ഒന്നും നമ്മൾ തുറന്നു വെച്ചില്ലല്ലോ. അവിടെ പൂട്ടിക്കണം, ഇവിടെ പൂട്ടിക്കണം, ആദ്യം പൂട്ടിക്കണം. ഒക്കെ റെഡിയാണ് ഗൈസ്. ചെയ്യാനൊന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവില്ലേ നമ്മളതിൻ്റെ അത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ മുറിച്ചതാണ്. എന്താ മണ്ടനല്ലേ വേൻ. അയ്യോ, ഞാൻ ഗൈസ് നമ്മളെ പന്നിത്തലയുണ്ട്. പന്നിത്തലയാ. ഹലോ ബ്രോ, എനിക്ക് ഇത് പ്ലേസ് ആണ്. അവിടെ ഡോറടിച്ച് അതിന് മുകളിലോട്ടേക്ക് പോകണം.
അയ്യോ സോ മുകളിലോട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് വേഗം പോയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം ഗൈസ്. ഇതൊക്കെ കമ്പിയൊക്കെ താഴോട്ടേക്ക് പോണത് നിനക്കെടുക്കാൻ വേണ്ടിയിട്ട്. ഡോറൊക്കെ ഗൈസ് നമ്മൾ ഡോർ തുറന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഗെയിമിലുള്ളത് ഒരു കത്രിക മാത്രമാണ് ഗൈസ്. ഇവിടെ വെച്ചാണ് ഫ്യൂസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇവിടെ വേറെ ഒന്നുമില്ല നോക്കാം. ഇവിടെ ഒന്നും എന്തുണ്ടോ? ഇവിടെ നമുക്ക് ആകെ കിട്ടിയൊരു ഫ്യൂസാണ്. ഈ സൈക്കിൾ എടുത്തിട്ട് രക്ഷപ്പെട്ടല്ലോ. ആകെ ഒരു ഫ്യൂസ് മാത്രമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇത് ഓർക്കാൻ പറ്റില്ല. ഇതിന് ഓർത്ത് നോക്കാൻ പറ്റില്ല. ഡോർ തുറക്കാൻ പറ്റും. ഇതെന്തൊരു എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറക്കാൻ പറ്റുമെന്നാണ് യേശു പറയുന്നത്. കുത്തി തുറക്കാൻ പറ്റുന്നു. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു ഫ്യൂസും കത്രികയും മാത്രമേ ഉള്ളൂ. എന്ത് കാണാൻ വാഴ റെസ്റ്റ് ചെയ്യാണ് ഗൈസ്. നമ്മൾ മറ്റെല്ലാം വെക്കണം. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ നമ്മളെ കോളുണ്ട് ഗൈസ്. കോൾ ഡസ്റ്റ് ഉണ്ട്. കോൾ ഡസ്റ്റ് നമ്മൾ തുടച്ച് നോക്കണം. അപ്പൊ നമുക്കൊരു തുണി വേണം ഗൈസ്. തുണി തുണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഈ തുണി നനയ്ക്കണം. ഓക്കെ നനയ്ക്ക് ഇതെങ്ങനെ യെസ് ഡ്രൈ ക്ലോത്ത് വെറ്റ് ക്ലോത്ത് ആയിട്ടുണ്ട്. സോ നമുക്ക് വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കാം. 774 എന്നാണ് കോഡ്. എല്ലാന്നുണ്ടെങ്കിൽ 747 ആയിരിക്കും. നോക്കി നോക്കാം. ഫസ്റ്റ് ഉള്ളത് 7. രണ്ടാമത്തതും 7 അല്ലേനോ? അങ്ങനത്തെ 4. യെസ് അതന്നെ ഗൈസ്. നമുക്കൊരു സാധനം ഓണാക്കാം ഗൈസ്. സെറ്റിങ്സ് പോയിട്ട് ഇതല്ല ഇത് ഓണാക്കി വെച്ചേക്കാം. എന്നാലും എന്താ പറയണമെന്ന് മനസ്സിലാവും. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഗൈസ്. ചാവി കിട്ടി. ഏത് കാശ് ചാവില്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ലോക്കർ കൂട്ടി വെച്ചേക്കാം. ഞാൻ നമ്മളെ ചാവി ഉണ്ട്, ഒരു കത്രിക ഉണ്ട്, ഒരു ഫ്യൂസ് ഉണ്ട്. ഇവിടേക്ക് ചാവി പറ്റുമോ? സ്പെഷ്യൽ കീ റിക്വയർഡ് ആണ് ഇവിടെ. നമ്മളൊരു കത്രിക ഒരു ഫ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നണേ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടേക്ക് പോകണമെന്ന്. ശേഷം പതുക്കെ മുകളിലോട്ടേക്ക് പോയിട്ട് കീ വെച്ചിട്ട് തുറന്നു നോക്കാം. കീ അതാ ഡോറിൻ്റെ തന്നെ. ഡോർ കട്ട് സീനാണ് ഗൈസ്. കട്ട് സീനാണ്. ഓ ഗൈസ് ഓനവിടെ ബേസിൻ്റെ സിങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓന് കൈയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇരുന്നിട്ട് പോകും. എനിക്ക് വെയ്യ അവൻ അലേർട്ട് ചെയ്യാൻ. പക്ഷെ നമുക്ക് ഇരുന്നിട്ട് പോവാം. ഇവിടെ ഇതുണ്ട്. നമുക്ക് ഫ്യൂസ് വെക്കാം. എനിക്ക് അറിയുന്ന ഭാഗമൊക്കെ ഞാൻ അറിയുന്ന കാര്യം കളിക്കും ഗൈസ്. അറിയാത്ത ഭാഗത്തുമ്പോഴാണ് പണിയാറ്. എന്തോ ഒരു സാധനം കിട്ടി ഗൈസ്. എന്താണ് ചീസല്ലേ? എന്തൊരു സാധനം കിട്ടിക്കണേ. പിന്നെ ഇവിടെ നിന്നൊരു ചാവിയും കിട്ടിക്കണേ. വേറെ നിറ കിട്ടില്ല ഗൈസ്. ഇവിടെ ഒന്നും തുറക്കാൻ പറ്റില്ല. നമുക്ക് അതിലാണ് ഗൈസ് എസ്കേപ്പ് ആവേണ്ടത്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം ഗൈസ്. സ്ക്രൂ ഡ്രൈവർ കൂടെ നോക്കില്ല. അതിൻ്റെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് താഴത്തേക്ക് പോകാം. ഡോർ അടിച്ചേക്കാം. ഇത്ര സൗണ്ടിൽ ഡോർ അടിച്ചിട്ട് നമുക്ക് കേട്ടില്ല. ഇഷ്ടം തോന്നാൻ കേട്ടിട്ടുണ്ടാവില്ല. അവന് കേൾക്കാണ്ട് അതല്ലേ നല്ലത്. ഇത് ഇവിടെ വെച്ചിട്ട് ഇതാക്കാനാണ് പറഞ്ഞത്. ഇപ്പം എല്ലായിടത്തും മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണോ തുറന്നു ബൈ ഹാൻഡ് അല്ലാണ്ട് പിന്നെ മൂവ് ചെയ്യാനും. എന്ത് സംഭവം?
ഇതെന്തോ സംഭവം നിൽക്കുന്നത് മനസ്സിലല്ല. ബെല്ലുണ്ട്, അയ്യുണ്ട്. അയ്യിലേക്ക് നീക്കി എന്തിനാണ് ഇന്നൊരു തിരിച്ച പലക അവിടെ തന്നെ വെച്ച്. എന്തോ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ അവനൊരു കത്രിക ഉണ്ട്. ഈ കത്രിക എന്തിനു യൂസ് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്നാലും എന്തിനാണ് ഈ കത്രിക? അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ എടുക്കാൻ? എന്തുകൊണ്ടത്? പക്ഷെ അവിടെ സ്റ്റക്കായി. ഇല്ലല്ല, സ്റ്റക്കില്ല. ഇല്ല, ഇതെടുക്കാൻ പറ്റില്ല. ഇതൊരു ഓയില് പറയാൻ ഇതെടുക്കാൻ പറ്റുമോ? എടാ ഇത് തുറന്നേ. നമ്മളെ മോളിൽ ഫ്യൂസ് വെച്ചില്ലേനോ അതിനെ. എന്തോരു സാധനം ഓയിലിട്ടിക്കണേ. വേറൊന്നുമില്ല. ഇതൊരു സമയം ഞാൻ സ്ക്രൂ ഡ്രൈവറാണ്. എന്താണ് അത് നമ്മൾ തുറന്നിക്കണേ. ഒരു നല്ല നീക്കമായിരുന്നു അത്. ഇത് കൂട്ടി ചെയ്യുക. ചെങ്ങായി വന്നിട്ട് സൊറാക്കണ്ട. ശേഷം ഓയിൽ വേണം. ഓയിൽ എവിടെ നിന്ന് കിട്ടും? ഓയിൽ കിട്ടാന്ന് ഓയിൽക്കാനുണ്ട്. ഗ്രീസ് ഉണ്ടാണോ? ഓക്കെ, അപ്പൊ ഈ ഗ്രീസ് വെറുതെ അടിച്ചെടുത്താൽ മതിയോ? അടിച്ചെടുത്തേ. ഗ്രീസ് എടുത്ത് അടിച്ചെടുത്തേ. ഓയിൽ വെച്ച് വന്നടാ. ലോക്കെടുക്കാൻ എണീക്കുക. അങ്ങോട്ട് വരാം. ഒക്കെ പൂട്ടിയില്ലേ? ഒക്കെ പൂട്ടിക്കണമെന്നാണ് തോന്നണത് ഗൈസ്. എന്തായാലും ഇവിടെ വന്നിരുന്നു. നമ്മളെ ലോക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ പൂട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വന്നതൊക്കെ പോകൂടാ. ഒക്കെ പൂട്ടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് വരെ വന്നിട്ട് പോയി. പോയി. ഇപ്പൊ ലാഭമല്ലോ. അപ്പൊ എന്തായാലും ലാഭം കിട്ടി. നമുക്ക് വേഗം പോവാം. ബാക്കി പണി നോക്കാം. ഞാൻ എന്താ തിരിച്ചു വിട്ടേ? ഇതെനിക്ക് എന്തോ ഒരു സാധനം തിരിച്ചു വിട്ടു. ഇവിടെ എന്തെങ്കിലും ആണോ? ഇത് ഇരിക്കാൻ പറ്റുമോ ഇനി? ഇല്ല. ഞാൻ എന്തോ എവിടെയോ തിരിച്ചു വിട്ടുകണ വയസ്സ്. എന്താണോ അതൊന്നും എനിക്കറിഞ്ഞൂടാ. സ്ക്രൂ ഡ്രൈവറാ? ഇതെങ്ങനെ കിട്ടി? ഇപ്പൊ മാനത്ത് തോണ. ഇതിനെന്തായാലും ഏതായിരിക്കും. എടാ സ്പെഷ്യൽക്ക് വെച്ച് തുറക്കേണ്ട സാധനം തുറന്നു. എന്തായാലും അപ്പോൾ ഡോർ അടിച്ചിടാം. അല്ലാണ്ട് ഡോറ് തുറന്നതാ. മോൾ എസ്കേപ്പ് ചെയ്യാനായോ? എന്തായാലും നമുക്ക് നല്ല മുകളിലോട്ട് പോകാം. ഡോർ തുറക്കാം. ഇരുന്നിട്ട് നമുക്ക് പോവാം. എനിക്ക് ചെയ്യാൻ വേണ്ടി മതി വാങ്ങാൻ. ശേഷം നമുക്ക് പോകാം. വന്നിട്ട് ഇവിടെ എന്താ ചെയ്യാനില്ലേ? സ്ക്രൂ ഡ്രൈവർ എടുക്കട്ടെ. ഇടയ്ക്ക് കൂര മാറ്റാം. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഒക്കെ ഓഫാക്കി വെച്ചിന്. മാറ്റില്ല. ഓ ഗൈസ്, okay, saya skip it. You won't go far.
സോ ഗൈസ് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് വി ഗോട്ട് ഔട്ട് ഓഫ് ദ ഹൗസ്. 18 മിനിറ്റ് 37 സെക്കൻഡ്. എടാ അപ്പം എന്തിനായിരിക്കടാ കത്രിക? ഞാൻ ഒരു കത്രിക ഗെയിമിന്റെ തുടക്കം തൊട്ട് പിടിച്ച് നടക്കും ഗൈസ്. അതെന്തിനായിരിക്കും കത്രിക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്. 18 മിനിറ്റ് 37 സെക്കൻഡ് നമ്മൾ എസ്കേപ്പ് ആയി. ശരിക്കും നമ്മൾ ആ മറ്റേ ഓയിൽ ക്യാൻ്റെ ആ സാധനം തുറക്കണ ആ സമയം അവിടെ വെറുതെ കിടന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കിട്ടിയേനെ. വേഗം സ്കിപ്പ് ആവേനെ. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം ഗൈസ്. നമ്മളെ റോഡ് ടു 60 സബ്ബാണ് ഗൈസ്. കാരണം എൻ്റെ അത് 59 സബ്ബിൽ തങ്ങി നിൽക്കുകയാണ്. സോ ആരെങ്കിലുമൊക്കെ സബ് ചെയ്യാനുള്ളവരൊക്കെ സബ് ചെയ്ത് അടിച്ച് പൊളിക്കുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ടാവും. എല്ലാവർക്കും ബൈ ഗൈസ്. ലവ് യു ഓൾ. ഓക്കെ ഗുഡ് ബൈ.